ഹലോ, ഇന്ന് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കിയാലോ? ആദ്യം ഞാൻ ലിപ്പും ടീത്തുമാണ് കറക്റ്റ് ചെയ്യുന്നത്. ചാർക്കോൾ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് കട്ടിയിൽ യൂസ് ചെയ്യണ്ട. ചെറിയൊരു ലൈറ്റ് ഷെയ്ഡാക്കിയിട്ട് നമുക്ക് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ടീത്ത് വരച്ചിട്ടുണ്ട് ഔട്ട്ലൈനായിട്ട്. ആ ഒരു ഭാഗത്ത് വേറെ ഇനി നമ്മൾ പെൻസിൽ കൊണ്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു റിയലിസ്റ്റിക് ടച്ച് കിട്ടില്ല. അപ്പോൾ എന്തായാലും ടീത്ത് ഈ അപ്പർ ടീത്തിനും ലോവർ ടീത്തിനും ഇടയിലുള്ള ഭാഗം നന്നായിട്ട് ഡാർക്കായിട്ട് കൊടുക്കണം. ആ ഒരു ഭാഗം കൊടുക്കുമ്പോൾ നമ്മുടെ രണ്ട് ടീത്തിൻ്റെയും ആ ഒരു ഷേപ്പ് മാറാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പോർട്രേറ്റിൽ ലിപ്പിനും ടീത്തിനും വലിയൊരു സ്ഥാനമുണ്ട്. അതിൻ്റെ ഷേപ്പ് മാറിയാൽ തന്നെ ആ ഒരു പോർട്രേറ്റിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം, ടൈം എടുത്ത് വേണം ചെയ്യാൻ. ഈ ഒരു ഡ്രോയിങ് ഞാൻ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം ഇതിൻ്റെ ആ ഒരു ഹെയറിൻ്റെ ഒരു ഭംഗിയും ആ ഒരു ടീത്തിൻ്റെ ലിപ്പിൻ്റെ ഒരു ഭംഗിയും കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രോയിങ് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചത്. ഓരോ ഡ്രോയിങ്ങും ഇപ്പോൾ ഞാനും പഠിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഒരുപാട് നന്നായിട്ട് റിയലിസ്റ്റിക്കായി വരയ്ക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഫേസിലുള്ള ഷെയ്ഡിങ് ചെയ്യാം. ഇതിനും ഞാൻ ചാർക്കോൾ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ടൈം മതി ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ ആവുന്നത് അത് വെച്ച് ഷെയ്ഡിങ് ചെയ്യുക. കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ചാർക്കോൾ പൗഡറാണ് കേട്ടോ. ഈ ഒരു ഡ്രോയിങ്ങിൽ പേപ്പർ വൈറ്റ് ഞാൻ എവിടെയും വിട്ടിട്ടില്ല. ബാക്കി ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് വരുമ്പോൾ ആ ഒരു പേപ്പർ വൈറ്റ് കാണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ഫുള്ളാക്കുന്നത്. ബാക്കി ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഹെയറിൽ കുറച്ചും കൂടി ഹൈലൈറ്റ്സും കുറച്ചും കൂടി കാര്യങ്ങൾ വരയ്ക്കാനുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ നെറ്റിയിലേക്ക് കിടക്കുന്ന മുടി കൂടി വരച്ചു കൊടുക്കുക, ചെറിയ മുടികൾ. പിന്നെ നമുക്ക് ആ ഒരു ഷോളിൻ്റെ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. അതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. സാധാ പോലെ നമ്മൾ ഷെയ്ഡ് ചെയ്യാം. നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റിയ ചിത്രങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. ആ ഒരു ചിത്രത്തിൻ്റെ എക്സ്പ്രഷൻസും ഷെയ്ഡിങ് വാല്യൂസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വരയ്ക്കുക. ബാക്ക്ഗ്രൗണ്ട് ഇതിൽ ഞാൻ നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചിത്രം ഇന്നത്തെ ഡ്രോയിങ് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഡ്രോയിങ് ടിപ്പുകളും ഇനി ഡ്രോയിങ് എക്സ്പെരിമെൻസും ഞാനും നിങ്ങളെപ്പോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ.